അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 14-ാം യൂണിറ്റ് ആയിട്ടുള്ള തർജുമത്ത് തിജാരിയ വ തിബ്ബിയ അഥവാ കൊമേഴ്ഷ്യൽ ആൻഡ് മെഡിക്കൽ ട്രാൻസ്ലേഷൻ ആണ് നമുക്ക് നോക്കാനുള്ളത്. ആദ്യത്തെ ടെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത് തിജാറത്ത് ദൗലിയ, ഇൻ്റർനാഷണൽ ട്രേഡ്. ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നത് ഗ്ലോബൽ ട്രേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ ടെറിട്ടറികളിലുള്ള ആളുകളും വ്യത്യസ്തമായിട്ടുള്ള ചരക്കുകളിലേക്കും സർവീസുകളിലേക്കും ആവശ്യമാവുന്നുണ്ട്. ആ ഒരു ആവശ്യം കാരണത്താൽ തന്നെ ലോകത്തിലെ ടെറിട്ടറികൾ എല്ലാവിധ ബോർഡറുകളും മറികടന്നുകൊണ്ട് അവരുടെ സേവനങ്ങളും ചരക്കുകളും റസുൽമാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ, മൂലധനം എന്നൊക്കെ പറയും. ആ ക്യാപിറ്റലും എല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ തിജാറത്ത് ദൗലിയ എന്ന് വിളിക്കുന്നത്. അധിക രാജ്യങ്ങളിലും അവിടുത്തെ GDP നൽകുന്നതിൽ, GDP വളർത്തുന്നതിൽ ഈ ഒരു തിജാറത്ത് ദൗലിയക്ക് വളരെയധികം വലിയ പങ്കുണ്ട്. GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയും. അതിൻ്റെ അറബി നാത്തിജുൽ മഹല്ലിൽ ഇജ്മാലി എന്നുള്ളതാണ്. അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് ചരിത്രമുള്ളിടത്തോളം കാലം അത്രക്കും പഴയതാണ് ഈ ഒരു ഗ്ലോബൽ ട്രേഡിംഗ് എന്നുള്ളത്. പുരാണകാലം മുതലേ ഈ ഗ്ലോബൽ ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ അടുത്ത സെഞ്ചുറികളിലാണ്, അടുത്ത നൂറ്റാണ്ടുകളിലാണ് അതിൻ്റെ സാമൂഹികമായിട്ടുള്ള, സാമ്പത്തികമായിട്ടുള്ള, പൊളിറ്റിക്കലായിട്ടുള്ള പ്രാധാന്യം വർദ്ധിച്ചിട്ടുള്ളത്. പിന്നീട് പറയുന്നത് ഈ ഗ്ലോബൽ ട്രേഡിംഗ് എന്നുള്ളത് നമ്മുടെ തിജാറത്തുൻ മഹല്ലിയ അഥവാ ലോക്കൽ ട്രേഡിനെ സംബന്ധിച്ചെടുത്ത് നോക്കുമ്പോൾ വളരെയധികം കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. കാരണം രണ്ട് രാജ്യങ്ങൾ അല്ലെങ്കിൽ രണ്ട് നാടുകൾ തമ്മിൽ ഒരു കച്ചവടം ഉണ്ടാകുന്ന സമയത്ത് അതിൽ വ്യത്യസ്തമായിട്ടുള്ള അവാമിലുകൾ, ഫാക്ടേഴ്സ് ഉണ്ടാകും. ഏതുപോലെ രണ്ട് രാജ്യങ്ങളുടെയും കറൻസി, സിയാസിയത്തുൽ ഹുക്കൂമിയ, ഗവൺമെൻറ്, പൊളിറ്റീഷ്യൻസ്, അതുപോലെ തന്നെ ഇഖ്തിസാദ്, അവിടെയുള്ള എക്കോണമി, നിസാമുൽ ഖളായി, ജുഡീഷ്യൽ സിസ്റ്റം, വൽ ഖവാനീൻ, നിയമങ്ങൾ, വൽ അസ്വാഖ്, മാർക്കറ്റുകൾ, ഇതൊക്കെ തുഅസ്സിറു അല തിജാറ, ഈ ഒരു ഗ്ലോബൽ ട്രേഡിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്. അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് ഇത്തരത്തിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഈ ഒരു പ്രോസസ്സിനെ ലഘൂകരിക്കാൻ വേണ്ടിയിട്ട്, അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ലോകത്ത് ഒരുപാട് ഇൻ്റർനാഷണൽ എക്കണോമിക് ഓർഗനൈസേഷനുകൾ, അൽ മൻദമാത്തുൽ ഇഖ്തിസാദിയത്തു ദുവലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ എക്കണോമിക് ഓർഗനൈസേഷനുകൾ നിലവിൽ രൂപം കൊണ്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മൻദമത്തു തിജാറത്തുൽ ആലമിയ അഥവാ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ഈ ഓർഗനൈസേഷനുകളെല്ലാം ഈ വേൾഡ് ട്രേഡിനെ, ഇൻ്റർനാഷണൽ ട്രേഡിനെ നല്ല രീതിയിൽ എളുപ്പമാക്കാനും അതുപോലെ തന്നെ അതിനെ വളർത്താനും വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അതിൽ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ഏതുപോലെ അദ്ദവായുൽ ഇഹ്സായിയ്യത്തു ലിൽ മൻദൂമാത്തിൽ ഹുക്കൂമത്തി ദൗലിയ, സ്റ്റാറ്റിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻ്റർനാഷണൽ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ പോലെ, അതുപോലെ തന്നെ സൂപ്പർ നാഷണൽ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ഏതുപോലെ വക്കാലാത്തുൽ ഇഹ്സായിയ്യത്തുൽ ഹുക്കൂമിയ, ഗവൺമെൻറ്റൽ സ്റ്റാറ്റിക്സ് ഏജൻസികൾ പോലെ, ഇവരാണ് ഇത്തരത്തിലുള്ള ലോകത്തിലുള്ള ട്രേഡുകളുടെ ഒഫീഷ്യലായിട്ടുള്ള കണക്കുകളും കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യുന്നത്. അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് ഇന്ന തിജാറത്ത് തൗലിയ തുഅസിസു കഫാത്ത, ഈ ഇൻ്റർനാഷണൽ ട്രേഡ് എന്നുള്ളത് നമുക്ക് കൂടുതൽ റിസോഴ്സുകളെ, മവാരിദ് എന്ന റിസോഴ്സുകളെ കണ്ടെത്താൻ നമുക്കെന്താകും കഴിയും. അതുപോലെ തന്നെ കൂടുതൽ എഫിഷ്യൻസിയെ ഉണ്ടാക്കാനും നമുക്ക് കഴിയും. കാരണം അവിടെ ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലുള്ള എഫേർട്ടിനനുസരിച്ചുള്ള ഒരുപാട് പ്രൊഡക്റ്റുകളുടെ ഒരുപാട് ക്വാണ്ടിറ്റി നമുക്കെന്താകും അവിടെ ഉണ്ടാകും. ആ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടായത് കാരണത്താൽ ഒരുപാട് റിസോഴ്സുകൾ നമുക്ക് ലഭ്യമാണ്. പിന്നീട് പറയുന്നത് ജനങ്ങളുടെ ഇടയിൽ മറ്റൊരു വിശ്വാസം കൂടിയുണ്ട്. ഈ ഗ്ലോബൽ ട്രേഡിലൂടെ അല്ലെങ്കിൽ തിജാറത്തുൽ ഹുർ, ഫ്രീ ട്രേഡിലൂടെ, ഒരു ഗ്ലോബൽ ട്രേഡിലൂടെ നമുക്ക് ലോകത്ത് നല്ല രീതിയിലുള്ള സമാധാനം ഉയർത്താൻ കഴിയും, അത് കൊണ്ടുവരാൻ കഴിയും. കാരണം ഇവിടെ ഒരു കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ബന്ധമാണ് രണ്ട് രാജ്യങ്ങൾക്കിടയിലും അവിടുത്തെ ജനങ്ങൾക്കിടയിലും ഉണ്ടാവുന്നത്. മറിച്ച് ആ രാജ്യങ്ങൾക്കിടയിൽ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ മത്സരത്തിലുള്ള ബന്ധങ്ങളല്ല, മറിച്ച് കച്ചവടപരമായിട്ടുള്ള ബന്ധങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, സ്ഥാപിക്കാൻ കഴിയും. അതിലൂടെ സമാധാനവും കൊണ്ടുവരാൻ കഴിയും. ഇൻ്റർനാഷണൽ ട്രേഡ് എന്നുള്ളത് ഒരു ന്യൂ ടെക്നോളജി പോലെയാണ്. അത് ഈ ട്രേഡിൽ പങ്കെടുക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കും കൂടുതൽ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റിയെ പ്രദാനം ചെയ്യുന്നുണ്ട്. അതുപോലെ അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് ഈ എക്സ്പോർട്ടിന് സ്വാദിറാത്ത് എന്നാണ് അറബി കൊടുത്തിട്ടുള്ളത്. വാരിദാത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടുകൾ. എക്സ്പോർട്ടുകളും ഇമ്പോർട്ടുകളെല്ലാം ഈ രാജ്യത്തിൻ്റെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൻ്റെ
കറണ്ട് അക്കൗണ്ടിൽ, ഹിസാബുൽ ജാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് അക്കൗണ്ട് എന്നുള്ളതാണ്, കറണ്ട് അക്കൗണ്ടിൽ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു രാജ്യത്തിൻ്റെ ജി ഡി പിയും അതിലെ ദഖ്ലുൽ ഫർദ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർ ക്യാപിറ്റ ഇൻകവും, ഈ പെർ ക്യാപിറ്റ ഇൻകവും അത് സൂചിപ്പിക്കുന്നത് ലോകത്ത് ആ രാജ്യത്തിൻ്റെ ഒരു എക്കണോമിക് സ്റ്റാൻഡിങ്ങിലാണ്. അവിടെ നല്ല ജി ഡി പിയും നല്ല പെർ ക്യാപിറ്റ ഇൻകവും ഉണ്ടെങ്കിൽ അത് നല്ല ഉഷാറായിട്ടുള്ള, എക്കണോമിക്കലി നല്ല ഉഷാറായിട്ടുള്ള രാജ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്നത്തെ ഈ ഒരു ഗ്ലോബൽ ട്രേഡ് കൺസ്യൂമേഴ്സ് അഥവാ മുസ്തഹ്ലിക്കീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്യൂമേഴ്സ്, വാങ്ങുന്ന ആൾ, കസ്റ്റമേഴ്സിന് കൂടുതൽ ഓപ്പർച്യൂണിറ്റികൾ നൽകുന്നുണ്ട്. കൂടുതൽ മാർക്കറ്റുകളിലേക്കും കൂടുതൽ പുതിയ പ്രൊഡക്റ്റുകളിലേക്കും ഒരു ഓപ്പർച്യൂണിറ്റി കസ്റ്റമറിന് ഈ ഒരു ഗ്ലോബൽ ട്രേഡ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് നമുക്ക് ഈ ഒരു ഗ്ലോബൽ ട്രേഡിലൂടെ ഏകദേശം എല്ലാവിധ പ്രൊഡക്റ്റുകളും നമുക്ക് ഈ ഒരു ഗ്ലോബൽ മാർക്കറ്റിൽ നിന്ന് ലഭ്യമാണ്. ഇന്ന് കാലത്ത് ലോകം എന്ന് പറയുന്നത് ഒരു ഗ്രാമം പോലെ ആയിട്ടുണ്ട്. കാരണം നമുക്കെന്താണ്, എല്ലാ കാര്യങ്ങളും, ഏത് നാട്ടിലുള്ള കാര്യങ്ങളും നമുക്കിന്ന് അവൈലബിൾ ആണ്. ഏതുപോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടും. മിസൽ അഗദിയത്തി, ഭക്ഷണം കിട്ടും, മലാബിസ്, വസ്ത്രങ്ങൾ വാങ്ങാൻ കിട്ടും, കത്തുകൾ കയ്യാറ്, അതേപോലെ തന്നെ സ്പെയർ പാർട്സുകൾ, നെഫ്റ്റ്, ഓയിലും കാര്യങ്ങളൊക്കെ, മുജൗഹറാത്ത്, ജ്വല്ലറീസൊക്കെ നമുക്ക് വാങ്ങാൻ കഴിയും. അതേപോലെ തന്നെ മഷ്റൂബാത്തുൽ കഹൂലിയ, ആൽക്കഹോളിക് ആയിട്ടുള്ള ഡ്രിങ്ക്സ്, അതേപോലെ തന്നെ ഒയറു കഹോലിയ, നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള ഡ്രിങ്ക്സുകൾ, അതേപോലെ തന്നെ അസ്ഹുമ്, സ്റ്റോക്കുകൾ, ഒംലാത്ത്, കറൻസികൾ, മിയാഹ്, വെള്ളം, വാട്ടർ, ഇതെല്ലാം നമുക്ക് വാങ്ങാൻ കഴിയുന്നുണ്ട്. ഒമായിലാലിക്ക് അതല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ വാങ്ങാൻ കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ലോകത്ത് ഒരുപാട് സർവീസുകളും എന്ത് ചെയ്യുന്നുണ്ട്, ട്രേഡ് ചെയ്യപ്പെടുന്നുണ്ട്, കച്ചവടം ചെയ്യപ്പെടുന്നുണ്ട്. ഏതുപോലെ അസിയാഹിയ, ടൂറിസം പോലെ, മസ്റഫിയ, ബാങ്കിങ് പോലെ, ഇസ്തിഷാറാത്ത്, കൺസൾട്ടേഷൻ, ഡോക്ടറെ കൺസൾട്ട് ചെയ്യൂലേ, അതിനാണ് ഇസ്തിഷാറാത്ത് എന്ന് പറയുന്നത്, കൺസൾട്ടേഷൻ പോലെ, അതേപോലെ തന്നെ നക്കല്, ട്രാൻസ്പോർട്ടേഷൻ പോലെ. പിന്നീട് അവസാന പാരഗ്രാഫിൽ പറയുന്നത് ഇന്നത്തെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിക്ക്, പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്തുള്ള ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആ ഒരു മാർഗ്ഗങ്ങൾ, അതൊക്കെ ഉൾക്കൊള്ളുന്ന ഇന്നത്തെ നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾക്കും, അതേപോലെ തന്നെ ഔലമ, ഗ്ലോബലൈസേഷനും, തസ്നി എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയലൈസേഷൻ അഥവാ തസ്നി എന്ന് പറയും. പിന്നീട് അതേപോലെ തന്നെ വലിസ്ത്യാൻതു ബിൽ മസാദിരിൽ ഖാരിജിയ, ഔട്ട്സോഴ്സിങ്, അതേപോലെ ഷിർക്കാത്തുൽ മുതഅദ്ദിയത്തുൽ ജിൻസിയാത്ത്, മൾട്ടിനാഷണൽ കോർപ്പറേഷനുകൾ, ഇതിനൊക്കെ ഇന്നത്തെ കാലത്തുള്ള ഈ ഒരു ഗ്ലോബൽ ട്രേഡ് സിസ്റ്റത്തെ വളർത്തിയെടുക്കുന്നതിൽ വലിയ പങ്ക് തന്നെയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതേപോലെ ഇതിൻ്റെ മീനിങ്സും വേർഡുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നിർബന്ധമായിട്ടും കഴിയുന്നതൊക്കെ പഠിച്ചു വെക്കുക. പിന്നെ അതേപോലെ തന്നെ ട്രാൻസ്ലേഷനും കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് വരാം. അതേപോലെ പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അവസാന ഭാഗത്ത് കൊടുത്തിരിക്കുന്ന മാച്ച് ദ ഫോളോയിങ് ആണ്. അതും കൂടെ നമുക്ക് നോക്കേണ്ടതുണ്ട്. ആദ്യത്തേത് വരുന്നത് തിജാറത്ത് ദൗലിയ, അതിൻ്റെ അർത്ഥം വരുന്നത് ഇൻ്റർനാഷണൽ ട്രേഡ്, ഒമ്പതാമതായിട്ട് കൊടുത്തിട്ടുള്ള ഇൻ്റർനാഷണൽ ട്രേഡ് എന്നുള്ളതാണ്. രണ്ടാമത്തത് തിജാറത്തുൽ മഹല്ലിയ, അതിൻ്റേതായിട്ടുള്ളത് 10ാമത് വരുന്ന ലോക്കൽ ട്രേഡ് എന്നുള്ളതാണ്. മൂന്നാമത്തത് ഷിർക്കാത്തുൽ മുതഅദ്ദിയത്തുൽ ജിൻസിയാത്ത്, അതിന് യോജിക്കുന്നത് 8ാമതായി വരുന്ന MNC അഥവാ മൾട്ടിനാഷണൽ കോർപ്പറേഷൻ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. കമ്പനീസ് അല്ലെങ്കിൽ കോർപ്പറേഷൻ എന്നൊക്കെ അർത്ഥം വെക്കാം. പിന്നെ അടുത്തതായിട്ടുള്ളത് കത്തുകൾ കയ്യാർ, അതിനോട് യോജിക്കുന്നത് 7ാമതായി വരുന്ന സ്പെയർ പാർട്സ് എന്നുള്ളതാണ്. അടുത്തതായിട്ടുള്ളത് ഇസ്തിയാനത്തു ബിൽ മസാദിരിൽ ഖാരിജിയ, അതിന് യോജിക്കുന്നത് 6ാമതായി വരുന്ന ഔട്ട്സോഴ്സിംഗ് എന്നുള്ളതാണ്. അടുത്തതായിട്ടുള്ളത് ടെക്നോളജിയൽ മുത്തഖദ്ദിമ, അതിനോട് യോജിക്കുന്നത് 5ാമതായി വരുന്ന അഡ്വാൻസ്ഡ് ടെക്നോളജി എന്നുള്ളതാണ്. അടുത്തതായിട്ടുള്ളത് വസായിലുൻ നഖ്ലിൽ ഹദീസ, അതിനോട് യോജിക്കുന്നത് 4ാമതായി വരുന്ന മോഡേൺ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് എന്നുള്ളതാണ്. അടുത്തതായിട്ടുള്ളത് തദാവുലുൽ ഖിദ്മാത്ത് എന്നുള്ളതാണ്. അതിനോട് യോജിക്കുന്നത് 3ാമതായി വരുന്ന ട്രേഡിംഗ് ഓഫ് സർവീസസ് എന്നുള്ളതാണ്. അടുത്തതായിട്ടുള്ളത് ഔലമ, അതിനോട് യോജിക്കുന്നത് 2ാമതായി വരുന്ന ഗ്ലോബലൈസേഷൻ എന്നുള്ളതാണ്. അടുത്തതായിട്ടുള്ളത് മസ്റഫിയ, അതിനോട് യോജിക്കുന്നത് 1ാമതായി വരുന്ന ബാങ്കിങ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.